തിരുവനന്തപുരം വണ്ടിത്താർത്ത് സ്കൂൾ വാഹനം തോട്ടിലേക്ക് മറിഞ്ഞ് 21 കുട്ടികൾക്ക് പരിക്ക്. പൂവത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 4 വയസ്സുകാരിയുടെ പരിക്ക് ഗുരുതരവുമാണ്. റിനു ശ്രീധർ ആ സ്ഥലത്ത് ചേരുന്നുണ്ട്. റിനു, അത് സാധാരണ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനത്തിലല്ല കൊണ്ടുപോയതെന്ന് അറിയാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ പോലും തോട്ടിലേക്ക് മറിയുന്നത് എങ്ങനെയാണ് റിനു? കാശ്മീർ, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള വണ്ടിത്തടം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ദൃശ്യത്തിൽ നിന്ന് കാണാൻ കഴിയും ഈ കനാലിലേക്ക് വാൻ മറിഞ്ഞ് കിടക്കുന്നത്. ഇന്ന് രാവിലെയാണ് പൂവത്തൂർ ഗവൺമെന്റ് LPSലെ സ്കൂളിലെ കുട്ടികളുമായി വന്ന വാൻ നിയന്ത്രണം വിട്ട് ഇവിടേക്ക് മറിയുന്നത്. നമ്മൾ ഡ്രൈവറുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് സ്റ്റിയറിംഗ് യാർഡ് പൊട്ടിപ്പോയി, ഈ വാഹനം വളയ്ക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നാട്ടുകാർ ഉടൻ തന്നെ ഇടപെട്ടു. ഈ കുട്ടികളെ 21 കുട്ടികൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരെ 21 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ഒരു കുട്ടിയുടെ നില മാത്രമാണ് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുള്ളത്. ആ കുട്ടിയെ ICUയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഇപ്പോൾ രാവിലെ സ്കൂളിൽ പിള്ളേരെ എടുക്കാൻ വന്നതായിരുന്നു. ഇപ്പോൾ പോയിട്ട് അവിടെ പോയി വണ്ടി തിരിച്ച് വന്ന് ബാക്കിയുള്ള പിള്ളേരെ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് വണ്ടി മറിഞ്ഞത്. നമ്മളങ്ങ് മേളിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതുപോലെ അറിയിച്ചതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ വന്നത്. എല്ലാ കുട്ടികളെയും പുറത്തെടുക്കാൻ പറ്റി? 21 പിള്ളേരെയും പുറത്തെടുത്തു. നമ്മൾ വന്നപ്പോഴത്തേക്കും ഡ്രൈവർ തന്നെ ആദ്യം എല്ലാ പിള്ളേരെയും മുകളിൽ കയറ്റി നിർത്തിയായിരുന്നു. പിന്നെ അവിടുത്തെ നാട്ടുകാർ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി എടുത്ത് കയറ്റി. പിന്നെ നമ്മൾ കൂടെ ഒക്കെ 2-3 പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി എടുത്ത് കയറ്റി. ഇപ്പോൾ ഏത് ആശുപത്രിയിലാണ് കൊണ്ടുപോയി? കാരക്കുളം മെഡിക്കൽ കോളേജിൽ. കുട്ടികളുടെ സാഹചര്യം എന്തെങ്കിലും അറിയോ? ആരോഗ്യാവസ്ഥ കൊച്ചിന് ഇച്ചിരി ഇതാണെന്ന് പറഞ്ഞു. എന്നാലും ഇപ്പോൾ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പോൾ ICUയിലോട്ട് എന്താ മാറ്റാൻ പോകുമെന്ന് പറഞ്ഞു. ഈ ഡ്രൈവർ പറയുന്നത് എന്താണ്, എന്ത് സംഭവിച്ചതെന്ന്? സ്റ്റിയറിംഗ് റാഡ് പോയെന്നാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ 21 കുട്ടികൾ ഉണ്ടായിരുന്നതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. ആ കുട്ടിയെ ICUയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ സ്റ്റിയറിംഗ് ഗാർഡ് പോയി എന്നുള്ളതാണ്. പഴയൊരു വാഹനമാണ്, മഹീന്ദ്രയുടെ പഴയൊരു വാഹനമാണ്. ഈ വാഹനം നല്ലൊരു വളവാണ്, നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. നാട്ടുകാരൊക്കെ കൂടി നിൽക്കുന്ന അത് മുകളിൽ നിന്ന് താഴേക്ക് ഈ വരുന്ന സമയത്ത് ഈ വളവിലേക്ക് ഈ വാഹനം വളയ്ക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് ലോക്കായി പോകുന്ന സാഹചര്യം. തുടർന്ന് ഈ ആറ്റിലേക്ക്, കനാലിലേക്ക്, നെയ്യാറിൽ നിന്നുള്ള കനാലാണ്. ഈ കനാലിലേക്ക് മറിയും. നല്ല വെള്ളമുണ്ട്, ഏകദേശം ഒരു അരയാൾ പൊക്കം വെള്ളമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. ഫയർഫോഴ്സ് അടക്കം എത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിനിടയ്ക്ക് തന്നെ ഇവിടുത്തെ നാട്ടുകാർ ഇടപെട്ടു. ഈ ഡ്രൈവർ തന്നെ കുട്ടികളെ ഏകദേശം പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഉടൻ തന്നെ നാട്ടുകാർ ഇടപെട്ടു, വാഹനങ്ങൾ എത്തിച്ചു, ആശുപത്രിയിലേക്ക് മാറ്റി. ഈ 21 അല്ലെങ്കിൽ 20 കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് മാത്രമാണ് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത്. കാശ്മീർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.